രേവതി, 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 നിങ്ങൾ ചെയ്തതൊക്കെ മനസാക്ഷിക്ക് നിരക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? എന്ത് മനസാക്ഷി? ആർക്കാണതുള്ളത്? അവരൊക്കെ മരിക്കേണ്ടത് തന്നെയാ. മരിക്കാൻ ഭയമില്ല മാഡം. ദയ അർഹിക്കുന്നില്ലെന്നും അറിയാം. ഈ രാജ്യത്ത് ശരിയായ നിയമം നടപ്പാവുന്നതുവരെ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഒരു പെൺകുട്ടിയെ തനിച്ച് കിട്ടിയാൽ ഗോപാലച്ചാമിയാവുന്ന പലരും നമുക്കിടയിലുണ്ട്. അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? 4 നേരവും നല്ല ഭക്ഷണം കൊടുത്ത് കുടിച്ച് താമസിപ്പിച്ച് സുഖവാസത്തിനയക്കുന്നതല്ലേ നിങ്ങളുടെ ശിക്ഷ? അത് മാറണം. എന്തിനാണ് നിങ്ങൾ അത് ചെയ്യുന്നത്? ഒരു സഹോദരിയെ പോലെ കണ്ട് സത്യം നിങ്ങൾ എന്നോട് പറയൂ. അത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു ആശ്വാസം ലഭിക്കും. ഞാൻ പറയാം. എന്താ പേര്? രേവതി. എവിടെയാ വീട്? തൃശ്ശൂരാ. കുട്ടിയുടെ വീട് കൊച്ചിയിൽ തന്നെയാ. പിന്നെ ചില ആളുകൾ ഇങ്ങനെയാ, മറ്റുള്ളവരുടെ കുറവുകൊണ്ട് അതിൽ സന്തോഷിക്കുന്നവരാ. താൻ വിഷമിക്കണ്ട. സത്യം പറയാലോ, ഇതുവരെ ആരും എന്നോട് ഇങ്ങനെ സ്നേഹമായി പെരുമാറിയിട്ടില്ല. എല്ലാവർക്കും എന്നോട് പുച്ഛമാണ്. ചിലർക്ക് എന്നോട് വേറെ ഒരു ഇഷ്ടമാണ്. എന്നെ ഒരു സഹജീവിയായി കണ്ട് സ്നേഹിച്ച് കൂടെ കൂട്ടിയത് ശ്രീദേവി മാത്രമാണ്. മനുഷ്യത്വം അല്ലയുടെ എല്ലാത്തിനും വലുത്. നിനക്ക് എന്താ ഒരു കുറവ്? നീ ജോലി ചെയ്യുന്നില്ലേ? പൈസ സമ്പാദിക്കുന്നില്ലേ? ആരുടെ ആശ്രയമില്ലാതെ ജീവിക്കുന്നില്ലേ? എന്നാലും സമൂഹത്തിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടവരാണ്. അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നവരെ എല്ലാവരും. നീ ഒരു മാലാഖയാണ്. കുറച്ച് നാളത്തെ അടുപ്പമുള്ളെങ്കിലും ഇപ്പൊ എനിക്ക് തന്നെ പിരിയാൻ പറ്റുന്നില്ലടോ. ചതിക്കല്ലേ പൊന്നെ. എനിക്ക് കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളായിട്ട് ജീവിക്കാൻ ആഗ്രഹം. ഓ, അതല്ലടോ പറഞ്ഞു. എന്നും ഒരു സുഹൃത്തായി, ഒരു കൂട്ടുകാരിയായി താൻ ഉണ്ടാവണമെന്നാണോ ഞാൻ പറഞ്ഞത്. അതൊക്കെ വേറെ വല്ല ഉദ്ദേശമാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ സ്റ്റാൻഡ് വിടോട്ടോ. ഹലോ അച്ഛ. ആ മോളെ, അമ്മയ്ക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക. ഡോക്ടർ പറയുന്നത് ഉടനെ ഒരു സർജറി വേണമെന്നാ. മോൾ എത്രയും പെട്ടെന്ന് എസ് എൻ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോവാ. ശരി അച്ഛാ. ശരി മോളെ. ഉടനെ നമുക്ക് എസ് എൻ ഹോസ്പിറ്റലിൽ പോണം. അമ്മയ്ക്ക് പെട്ടെന്നൊരു സർജറി. താൻ വാ, നമുക്ക് പെട്ടെന്ന് പോവാം. ഇതാണ് കുട്ടി. അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത് ഇയാളാ. താങ്ക്സ്. അയ്യോ അതൊന്നും വേണ്ട. എട് എന്ത്? ക്യാഷ് എടുക്കും മോളെ. ക്യാഷോ? യെസ്, ക്യാഷ്, മണി, ഇന്ത്യൻ റുപ്പി, പണം. മനസ്സിലായില്ല? എത്രയാ വേണ്ടത്? 1000 രൂപ, 1000 റുപ്പീസ്. ഒന്ന് നിൽക്കൂട്ടോ, ATM പോയിട്ട് വരാം. ഓക്കേ.
നാണമില്ലല്ലോടോ ഒരു സഹായം ചെയ്തിട്ട് പൈസ ചോദിക്കാൻ. ഡോ ഒന്ന് നിന്നേ. അതെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ, തന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടി. എന്നെ നേരത്തെ അറിയോ? നേരത്തെ ഒന്നും അറിയില്ല, പക്ഷെ 2 മാസമായിട്ട് എനിക്കറിയാം. എങ്ങനെ? കുട്ടിയുടെ ഓഫീസിനടുത്തുള്ള പിൻഡ കമ്പനിയുടെ ഓഫീസിലെ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത്. വളരെ യാദൃശികമായിട്ടാണ് ഞാൻ തന്നെ കണ്ടത്. കണ്ട അന്ന് തന്നെ എന്തോ ഒരു പ്രത്യേകത തന്നിൽ ഞാൻ കണ്ടു. എന്ത്? അങ്ങനെ ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയാ, എന്തോ ഒരു ഇഷ്ടം. വാനരപ്പടയെത്തി. എടാ ഇതെന്റെ ഫ്രണ്ട്സാ. ഇത് ആന്റണി, ഇത് ഷാനവാസ്, അത് വിജയ്, ഇത് ശ്രീദേവി. അതെ, ഇവർക്കൊരു വെള്ളടി പാർട്ടി ഉണ്ട്, അതിനെത്രയും ധൃതി പിടിച്ച് വന്നേ. നീ വന്നേ പോ. എടാ നിങ്ങൾ ശരിട്ടോ, കാണാം. നിങ്ങൾ ഞാൻ വരാം പോരാ നടന്നു. അതെ അതെ, തന്റെ നമ്പർ ഒന്ന് പറഞ്ഞു. അത് പിന്നെ പറയാതെ 7404234321. അവനെ കണ്ടാലറിയാം ആളൊരു ദുഷ്ടനാണെന്ന്. നീ എന്താ ചിരിക്കുന്നേ? ഒരു സഹായം ചെയ്തിട്ട് കാശ് വെക്കുന്ന മര്യാദയാണോ? ഓ എന്റെ പൊട്ടിക്കാളി, അവൻ നമ്മളെ കളിയാക്കിയതാ. കാശൊന്നും മേടിച്ചില്ല. ദേ ഡോക്ടർ വിളിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. കുടലിൽ പരുക്കലുണ്ടായി, അത് പൊട്ടിയതാണ്. എന്തായാലും ആ സമയത്ത് കൊണ്ടുവന്ന് നന്നായി. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതി സീരിയസ് ആയേനെ. ഇനി പേടിക്കാനൊന്നുമില്ല. 1 മാസത്തെ റെസ്റ്റ് വേണം. മരുന്നും കൃത്യമായി കഴിക്കണം. 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം. ഒരാഴ്ച കഴിയുമ്പോൾ ചെക്കപ്പിന് വരണം. കട്ടിയുള്ള ആഹാരമൊന്നും ഇപ്പോൾ കൊടുക്കരുത്. ജ്യൂസോ പഴവർഗ്ഗങ്ങളോ മറ്റോ ഇപ്പോൾ കൊടുത്താൽ മതി. ശരി ഡോക്ടർ. ഏറിയാൽ പൊടിയിരിക്കഞ്ഞി, അത് മാത്രമേ 2 ആഴ്ചത്തേക്ക് കൊടുക്കാവൂ. ഈ മരുന്നുകൾ 1 മാസം കഴിക്കണം. മാംസാഹാരം 3 മാസം കഴിഞ്ഞ് കൊടുത്താൽ മതി. ശരി ഡോക്ടർ. ശരി. കാത്തിരുന്ന് മടുത്തോ? ഇല്ലടോ. ഇതാണ് എന്റെ അനിയത്തി ചിന്നമോള്. ചിന്നമോള് ചേച്ചി അറിയോ? പിന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, രേവതി ചേച്ചി. അമ്പടി മിടുക്കി. ഞാൻ ഊഞ്ഞാലാടിക്കോട്ടെ? സൂക്ഷിച്ചു പോ, മഴ പെയ്തെടുക്ക തെന്നു. ഹായ് രാഹുൽ, ഇതാണ് എന്റെ ഫ്രണ്ട് രേവതി. ഹായ്. താൻ വിഷമിക്കണ്ടോ? തന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അന്ന് അങ്ങനെയൊക്കെ തന്നെ പറയും. എന്തായാലും നല്ല ആത്മാർത്ഥമുള്ള ഫ്രണ്ടാ. കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടാണല്ലോ വഴക്ക് പറഞ്ഞത്. നമുക്കൊരു കോഫി കുടിച്ചാലോ? വാന്നേ. അയ്യോ ചിന്നമോളെ. ചേച്ചി മോളെ വാ. മതി. അപ്പോൾ എല്ലാവർക്കും cheers.